എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പത്താൻകോട്ട് പോണ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പെട്രോൾ പമ്പിലാണ് കേട്ടോ സ്റ്റേ ചെയ്തിരുന്നില്ല. ബ്രോ ഹായ്, സ്റ്റാഫാണ് കേട്ടോ. कैसे हो? बढ़िया। आपका नाम? शेरा। शेरा कल हम बोलेगा वो वीडियो बनाते हैं वो छोटा ബിസി. ഞങ്ങൾ ഇന്നലെ വീഡിയോ എടുത്തപ്പോൾ പെട്ടെന്ന് പുള്ളി ഒരാളുള്ളൂ. അപ്പോൾ വണ്ടി വന്നിട്ട് പുള്ളി നേരെ പെട്ടെന്ന് പോയി. കാരണം പെട്രോൾ അടിച്ചു കൊടുക്കാൻ പുള്ളി മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ जाएगा. ओके 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 नाश्ता वास्ता कर लो. ओके ठीक है सही है. कोई प्रॉब्लम तो नहीं हुआ इधर? नहीं वो बढ़िया आदमी है. पंजाबी बहुत बढ़िया आदमी है. ഓക്കെ ഓക്കെ. ഇവിടെ പഞ്ചാബിലുള്ള ആളുകളൊക്കെ ഭയങ്കര നല്ല ആളുകളാണ്. നമ്മളെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര രീതിയിൽ സഹായിച്ച്. കാരണം ഇന്നലെ ഇവർ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ട് അതേപോലെ തന്നെ ഇന്നും നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചായ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും അത് കുടിച്ചിട്ട് പോവാം. പിന്നെ ഇവിടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു പമ്പിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് എന്തായാലും ഇറങ്ങാലാന്ന് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇന്നലെ കിടന്ന റൂമാണ് കേട്ടോ. ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടുപേരുണ്ടാകും, ഞാനും ഉണ്ടാകുന്ന വേറൊരു പുള്ളിയും കൂടെ ഉണ്ടാകുന്നിട്ട് ഇവിടെ. പുള്ളി പോയി. 2 ഫാനുണ്ട്, ഒന്ന് മേളിലും ഒന്ന് ടേബിൾ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ സെറ്റായി, എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെയും ഫുഡ് കഴിക്കാൻ വന്ന ഈ ഒരു ധാബയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കണ്ട അവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പോകാം. നമ്മുടെ മറ്റേ ബ്രോ ഉണ്ട് കേട്ടോ, പുള്ളി പമ്പിലിരിക്കുന്ന ആളാണ്. പുള്ളി നമുക്ക് വേണ്ടി ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് വന്നേക്കണേണ്. അപ്പൊ ഇവിടെ നിന്നാണ് ഇന്ന് ഫുഡും കാര്യങ്ങളും. ഹായ് ഹായ് ബ്രോ, कैसे हो? आपका नाम? मेरा अताउल नाम है. अच्छा, कैसे? बिहार से मैं हूँ. ബിഹാർ സേ ആപ്പ്? अच्छा 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 अच्छा. ഇന്നലെ പുള്ളിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പുള്ളി ഞാനും കൂടെ ഒരുമിച്ച് ഇന്നലെ അവിടെ കിടന്നത്. हमको क्या बोलेगा मेरा सब्सक्राइबर? बिस्तर पे. कोई बात नहीं, बिस्तर अपनी है. अच्छा പറഞ്ഞല്ല. ഓക്കെ താങ്ക് യു. അപ്പൊ ഇന്നലെ പുള്ളിയാണ് കേട്ടാ എൻ്റെ ഒപ്പം ഉണ്ടാവുന്നത്. കാരണം പുള്ളി ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്, പഞ്ചർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണില്ല. അപ്പൊ ആ ഒരു കടയിലാണ് പുള്ളി വർക്ക് ചെയ്യണത്. പുള്ളി പമ്പിന്റെ കെയർ ഓഫിലാണ് അവിടെ വർക്ക് ചെയ്യണത്. കാരണം പുള്ളി ബീഹാറിലുള്ളതാണ്. അപ്പൊ പുള്ളിയും ഒരു അടിപൊളി മനുഷ്യനാണ്. വലിയ പ്രായമൊന്നുമില്ല, എന്നാലും നല്ലൊരു വ്യക്തിയാണ്. ഒരു ചായ പറഞ്ഞിട്ടുണ്ട്. ചായ വന്നത് അപ്പൊ ചായ കുടിച്ചിട്ട് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി. കാരണം ഇപ്പൊ രാവിലെ ആയിട്ടുള്ളൂല്ലോ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം, കറി എന്തോ സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിച്ചിരിക്കാൻ പയ്യെ. അങ്ങനെ കറി വന്നിട്ടാ പയറിയാണ്. പിന്നെ ഇവരുടെ ഒരു ചപ്പാത്തി വന്നിട്ടുണ്ട്, ഒരു വലിയ കട്ടിയുള്ള ചപ്പാത്തിയാണ്. ഇത് പറഞ്ഞാൽ കഴിച്ച് കഴിഞ്ഞാൽ സെറ്റാണെന്ന് തോന്നുന്നുണ്ട് വയറ്. പിന്നെ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാട്ടെ. നല്ല ചൂടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ട് ഒന്ന് ഇതായിട്ട് കഴിക്കാം. കാരണം ഇപ്പം ഉണ്ടാക്കിയ ചപ്പാത്തി ആയതുകൊണ്ടാണ് ഭയങ്കര കണ്ണൊക്കെ പോവുകയാണ്. കാരണം ഇവിടെ സാധനങ്ങളെ കാര്യങ്ങളുണ്ട്. കഴിച്ചാൽ കാറ്റടിച്ചിട്ട് കണ്ണിലേക്കാണ് അടിക്കണം. അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതാണ് കണ്ണൊക്കെ ഇങ്ങനെ കേട്ടോ. ഇത് ആലു പൊറോട്ട ഉണ്ടാവും. കാരണം ഇത് കഴിക്കാൻ വേണ്ടി ശരിക്കും കറിയുടെ ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ മസാല ഇട്ടിട്ട് കുഴച്ചിട്ടാണ് ഇവരുണ്ടാക്കണം. അതാണ് സംഭവം കൊള്ളാട്ടാ. അതായത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇവിടെയുണ്ട് നമ്മൾ ഇന്നലെ കുളിച്ചത്. കുളിക്കാനുള്ള സൗകര്യം കിട്ടി, കുളിക്കുകയും ചെയ്ത്. അതേപോലെ ഡ്രസ്സ് കാര്യങ്ങൾ കലക്കിയിട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് പമ്പിനെ അങ്ങോട്ട് പോകാം. നമ്മുടെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പുള്ളിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാട്ടാ. ബൈ ജായക. ഓക്കെ താങ്ക് യു. ഓക്കെ ബൈ. ഓക്കെ ടീക്ക്. അപ്പോൾ നമ്മൾ പുള്ളീനോട് യാത്രയൊക്കെ പറഞ്ഞിട്ടാ. ഭയങ്കര സന്തോഷമുണ്ട്. പുള്ളിയൊക്കെ ഭയങ്കര നമ്മളെക്കാളും പ്രായം കുറവാണെങ്കിലും ഭയങ്കര കാര്യം പറഞ്ഞിട്ട് നമ്മളാ ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു നമ്മുടെ ഇവിടെ നോക്കിയതും കാര്യങ്ങളും. നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഫുഡിൻ്റെ കാര്യത്തിനാണ് എന്ത് കാര്യത്തിനാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാട്ടാ. ഓ ഓക്കെ താങ്ക് യു. ഓക്കെ പുള്ളി എന്തോ പറഞ്ഞു, എന്താ സംഭവം മനസ്സിലായില്ല. അവിടെ ചോദിച്ചോ. നമുക്ക് എന്തായാലും പുള്ളിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മൾ എന്തായാലും കുറച്ച് നേരം എന്താ നോക്കിയിട്ട് നമുക്ക് പോവാം. പുള്ളിയുടെ കടയുണ്ട്, പുള്ളിയുടെ കടയാണ് ഇത്. ഓ ബിസ്ക്കറ്റ്. ഓ താങ്ക് യു. യു ആർ आप खाना खाए? हाँ मैं खाने जा रहा हूँ. अच्छा अच्छा ഓക്കെ. ഒരു ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടാ. ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നമ്മളത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. കാരണം അവർക്ക് ഭയങ്കര സന്തോഷം ഇന്നലെയൊക്കെ.
ശരിക്കും അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാനുള്ള എങ്ങനെയത്. കാരണം അതിന് മാത്രം അവർ അവിടെ എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിന്ന് പിന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം. പിന്നെ അതുപോലെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി എനിക്ക് ഇന്നലെ വന്ന് ഈ ധാബ ഇപ്പോൾ ഫുഡ് കഴിച്ചില്ല, ആ ധാബയുടെയൊക്കെ ഓണർ എന്തോണ് പുള്ളി. അപ്പോൾ പുള്ളി ഇന്നലെ വന്ന് സംസാരിച്ച് പുള്ളി എന്നോട് പെട്ടെന്ന് പറഞ്ഞ് ഒരു സ്കാനർ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് ഗൂഗിൾ പേയുടെ. ഞാൻ ജസ്റ്റ് കാണിച്ച് പുള്ളി അത് സ്കാൻ ചെയ്തിട്ട് എനിക്ക് കുറച്ച് പൈസ ഒരു 500 രൂപ അയച്ചു തന്നേനെ കൂടി. ഞാൻ പറഞ്ഞ പൈസ ഒന്നും വേണ്ട, നിങ്ങളെനിക്ക് ഫുഡ് തന്ന് അതേപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യം ഒന്ന് പൈസ വേണ്ട തിരിച്ചയച്ചു തരാമെന്നൊക്കെ പറഞ്ഞ. പക്ഷേ ഇല്ല വെച്ചോ പുള്ളി ഇങ്ങനെ പറഞ്ഞ പഞ്ചാബിൽ ആരും അങ്ങനെ പട്ടിണി എടുക്കാനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ആരെങ്കിലും പട്ടിണി എടുക്കാനോ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ ഒന്നും വരരുത്. നിങ്ങളെന്തായാലും നല്ല രീതിയിൽ യാത്ര ചെയ്ത് സെറ്റ് ആകാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും പുള്ളിനെ ഇന്ന് കാണാൻ പറ്റില്ല, കാരണം പുള്ളി വെളുപ്പിനെന്തോ പോയി. പുള്ളിക്ക് എന്തോ ഓട്ടവും കാര്യം എന്തോ വന്നത്, പുള്ളിക്ക് വേറെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കണ്ട് നോക്കുക, അതേപോലെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കണേ കേട്ടോ. നേരെ കണ്ട പത്താൻകോട്ട് പോണ റൂട്ട്, പത്താൻകോട്ട് ജമ്മു ശ്രീനഗർ ഈ ഒരു റൂട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മണാലി പോകണ വേറൊരു റൂട്ടുണ്ട്. കടകളൊക്കെ ഉണ്ട് ഈ സൈഡിലൊക്കെ. ഇത് കരിമ്പാണ്ട ഈ സൈഡിൽ കിടക്കണ. ഇഷ്ടംമാതിരി കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പുറത്ത് നെല്ലെന്തോ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ അപ്പുറത്തെ സൈഡിൽ കരിമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പത്താൻകോട്ടിലേക്ക് 83 കിലോമീറ്റർ, ജമ്മു 193 കിലോമീറ്റർ അങ്ങനെ ഉണ്ടാ. ഈ സ്ട്രെയിറ്റ് റൂട്ടാണ്, നേരെ പോണ റൂട്ടാണ്. വെയിൽ കൂടി തന്നെയാണ്ടാ, നല്ല വെയിലുണ്ട് ഇപ്പം. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ അങ്ങ് പോകണം. എന്നിട്ട് കുറച്ചും കൂടെ പോയിട്ട് അങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് പമ്പിൻ്റെ അവിടെ നിന്ന് കുറേ അങ്ങ് പോകുന്നട്ടാ. ഇപ്പോൾ ഇതാണ് ഹൈവേ ഉണ്ട്, ഇത് സ്ട്രെയിറ്റ് ജമ്മു പോണ ഹൈവേ ആണ്. പത്താൻകോട്ട് നേരെ അവിടെ നിന്ന് ജമ്മു. അങ്ങനെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ വന്നതിന് മുമ്പ് അവിടെയായിട്ടൊരു ചെറിയൊരു സ്റ്റേഷൻ ഉണ്ട്. കാരണം ഇത് പോണത് നേരെ ജമ്മു കട്ര അങ്ങാടേക്കുള്ള ഇതാണ് കേട്ടോ, ട്രെയിൻ സർവീസാണ്. അപ്പം നമ്മളിവിടെ ഒരു തണൽ കിട്ടിയോണ്ട്, ചെറിയൊരു തണൽ കിട്ടിയോണ്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി എന്നതാണ്. കാരണം ഇത്രയും ദൂരം വന്നതാണ്. ഏകദേശം 9:10 മണിയൊക്കെ ആറായി. അപ്പോഴത്തേക്കും നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ രാവിലെ ഒരു 7:30 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത റൈഡാണ് കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ഞാൻ അങ്ങനെ നിർത്തിയൊന്നുമില്ല. അപ്പോൾ നേരെ വന്ന വഴിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ചെറിയൊരു തണൽ കിട്ടിയോണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പയ്യെ പോകാമെന്ന് വെച്ചു. പിന്നിപ്പോൾ നമ്മളെന്തായാലും രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങി. അവിടുന്ന് ധാബയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്തായാലും പിന്നെ അതേപോലെ തന്നെ നമ്മൾ വന്ന വഴിക്ക് ഒരു പുള്ളീനെ കണ്ട. പുള്ളി ഇവിടെയുള്ള ആളാണ്, അതായത് ഒരു പഞ്ചാബിക്കാരനാണ്. പുള്ളി എന്നോട് എനിക്ക് വേണ്ടി അവിടെ റോഡിൽ വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു. ആ പുള്ളി കൈ കാണിച്ച് നിർത്തതും എനിക്കൊരു 100 രൂപ എടുത്തന്ന്. അത് പിടിച്ചോ സന്തോഷമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോയതാ. ഇപ്പോൾ ഇതൊന്നും ആഗ്രഹിക്കില്ല, കാരണം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല തന്നത്. അവരുടെ ഒരു സന്തോഷം കൊണ്ട് തന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനൊരു സന്തോഷം ഉണ്ട്. അല്ല, അവരിങ്ങനെ എനിക്കൊരു ഇത് തന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്തത്. കാരണം ഇത്രയും ഒരുപാട് നമ്മളെ രീതിയിൽ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ പല സ്ഥലത്തും. അപ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ള ഈ കാര്യം. ഈ ഒരു ട്രെയിൻ ട്രാക്കിൻ്റെ കാര്യം ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ ഇത്ര നേരം അവിടെ റെസ്റ്റ് ചെയ്യണമായിരുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നല്ല വെയിലാണ് കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയില്ല, ഭയങ്കര വെയിലുണ്ട്. അപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ 10-10 കാലമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് പോകുന്നത് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് വന്നു കേട്ടോ. വൈഫൈ വെച്ച് എനിക്ക് വൈഫൈ ചോദിച്ചു വന്നതാണ്. കാരണം എൻ്റെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഷോപ്പിലാണ് വന്ന, റെസ്റ്റോറൻറ്റിലാണ് വന്നത്. അപ്പോൾ കുറേ നേരം ഇവിടെ ഇരിക്കാമെന്ന് വേണ്ട. അപ്പോൾ ഇവരെനിക്ക് കുടിക്കാൻ വെള്ളവും പിന്നെ ചായയൊക്കെ തന്നിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു 1-1.5 മണിക്കൂറായി ഇരിക്കാൻ വേണ്ടി. നല്ല വെയിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് പിന്നെ എസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് അപ്പോൾ ഒരു പറഞ്ഞ് സമാധാനത്തോടെ പയ്യെ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം നെറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നെറ്റ് നല്ലോണം വേണ്ടി വരും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചത് ഇവർ പറഞ്ഞ് കുഴപ്പമില്ല. അവർ അപ്പം തന്നെ പാസ്വേഡൊക്കെ തന്നിട്ടാണ്. അയ്യോ താങ്ക് യു. ഓക്കെ സി യു. ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇതൊക്കെ എടുത്തിട്ടൊന്ന് വണ്ടിയിൽ വെക്കണം, എന്നിട്ട് ഇവിടെ നിന്ന് പോവാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവർ ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടാ. ഇതൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഒരു ഗ്രേവി ഉണ്ട്. അപ്പോൾ നമ്മൾ
നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. കാരണം ഇവരിങ്ങനെ ഒരു ഫുഡ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്നതിന് തന്നെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. നല്ല ചൂടാണ് കേട്ടോ. അങ്ങനെ ചൂടാണ് ഇപ്പം ഉണ്ടാക്കിയത്. അതായത് ഇപ്പോൾ അവരുണ്ടാക്കി ചൂടാക്കി തന്ന സാധനം ഉണ്ടാവും. നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ പോകാൻ വേണ്ടി വെച്ചാൽ അപ്പോൾ എന്നോട് ഒരു പറഞ്ഞു എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോവാം, എന്ത് ഭക്ഷണം വേണ്ടതെന്ന് വെച്ച് ഞാൻ പറഞ്ഞ് എന്തെങ്കിലും റൈസ് ഐറ്റം പോലെ കിട്ടുമെങ്കിൽ അതുപോലെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു, വെജ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കഴിക്കായിരുന്നു കേട്ടോ. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇത് കിട്ടിയതിൽ. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിറങ്ങി കേട്ടാ. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്, സോഫ്റ്റ് റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. നമ്മൾ അവിടെ നിന്ന് വന്നൊഴിക്കുക, അതായത് ലുധിയാനയിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് വരുമ്പോൾ ലുധിയാന ഇനി റൈറ്റ് എടുത്ത് നമ്മൾ പത്താൻകോട്ട് വന്ന വഴിക്കാണ് റെസ്റ്റോറൻ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ അത് പറഞ്ഞൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ ഞാൻ പാർക്ക് ചെയ്തേക്കണം. കാരണം വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഫുഡും കാര്യങ്ങളും തന്ന് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റ്, അതായത് വൈഫൈ സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് ചോദിച്ചു. അപ്പോൾ തന്നെ അവർ പറഞ്ഞ് കണക്ട് ചെയ്ത് തരാം, എത്ര നേരമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തോളാൻ പറഞ്ഞു. അതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു മറിച്ചൊരു വാക്കും പറഞ്ഞില്ല, എന്നോട് കുടിക്കാൻ എന്തെങ്കിലും വേണം അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഒന്നും വേണ്ട, എനിക്കൊരു വൈഫൈ ഒന്ന് കുറച്ചേ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അത് മതി എന്ന് പറയാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തണുത്ത വെള്ളം ഒരു രൂപ എടുത്ത് തന്ന്, പിന്നെ അതേപോലെ തന്നെ പിന്നെ ചായ തന്ന്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തന്നിട്ടാണ്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതാണ്. നമ്മുടെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സൈക്കിൾ കുറേ നേരം വെയിലത്തേക്കാൻ തുടങ്ങിയിട്ട് പണിയാവുമെന്നറിയില്ല. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ മാറിയിട്ട് റെസ്റ്റ് എടുക്കാം. കാരണം ഇപ്പോൾ ഇവിടെ കുറേ നേരം ലയിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടെ മാറിയിട്ട് ഒന്നുകൂടെ ഒന്ന് വെയിലാറിയിട്ട് ഇറങ്ങാമല്ലോ. രാവിലെ ആളുകളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഇത് തന്നെയുണ്ട്. കാരണം ഭയങ്കര ഇതാണ്, അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മൾ സൈക്കിളിന് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുപാട് രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അത് എങ്ങനെ അതിൻ്റെ നന്ദി പറയണമെന്നറിയില്ല, കാരണം അതിന് മാത്രമേ ഉണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇപ്പോൾ പോണ വഴിക്കാണ്. അപ്പോൾ ആ പുള്ളി എന്നോട് പറഞ്ഞു എത്ര നേരം വേണമെങ്കിൽ നിന്നോ, ഇവിടെ കുഴപ്പമില്ല, വൈഫൈ ആണെങ്കിൽ വൈഫൈ യൂസ് ചെയ്തോ, കുടിക്കാൻ അല്ലെങ്കിൽ കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. കാരണം അത് അങ്ങനെ പുള്ളിയുടെ ആ ഒരു മനസ്സ് അതാണ് കേട്ടോ. അത് വലിയ സംഭവം തന്നെയാണത്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വെയിലും കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ അധികം ചവിട്ടണ്ട, കുറച്ചങ്ങ് പോയിക്കാനായിട്ട് എവിടെയും റെസ്റ്റ് എടുത്തിട്ട് കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞിട്ടേ ഇറങ്ങാമെന്ന് വെച്ചിങ്ങനെ. അപ്പോൾ അവിടെ ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് എന്തുകൊണ്ടെന്ന് തോന്നണം. നമുക്ക് എന്തായാലും അവിടെ ഒന്ന് കയറണം, ഒന്ന് ബാത്റൂമിൽ കയറണം, ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആകാനുണ്ട്. അപ്പോൾ അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. പിന്നെ അത് ഇപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ റെയിൽവേ ട്രാക്ക്, ഇപ്പോൾ ട്രെയിനൊന്നും ഇപ്പോൾ ഈ സമയത്ത് കണ്ടില്ല കേട്ടോ. കുറച്ച് നേരം പോയി ട്രെയിൻ പോകണ്ട കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് അങ്ങാടാ പോകണം ട്രെയിൻ. പോണോയ്ക്ക് ഇവിടെ ഒരു പമ്പുണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ. ഞാൻ ഇത്ര നേരം വന്നോടിക്ക് റൈറ്റ് സൈഡിൽ മാത്രമേ പമ്പ് കണ്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്തിട്ട് പമ്പിൽ കയറിയിട്ടേ ഒന്ന് ടോയ്ലറ്റിൽ കയറിയിട്ട് പോവാം അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നോക്കിയിട്ട് പമ്പൊന്നും കണ്ടില്ല. ഇനി കുറച്ച് ദൂരം അങ്ങ് പോകണം കിട്ടണമെങ്കിൽ. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്തിട്ട് എന്തായാലും പോവാം. നല്ല വെയിലുണ്ട് കേട്ടോ, ഭയങ്കര വെയിലാണ്. സിഗ്നലുണ്ട്. അപ്പോൾ സിഗ്നൽ നമ്മുടെ സിഗ്നലാണ് വീണേക്കണം. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്തിട്ട് പമ്പിൽ കയറിയിട്ട് പോവാം. വഴിക്കൊരു റെയിൽവേ സ്റ്റേഷൻ കണ്ടാട്ടോ, ലെഫ്റ്റ് സൈഡിൽ തന്നെ ദസ്വ എന്നാണ്ട് പേര് റെയിൽവേ സ്റ്റേഷൻ്റെ. നമ്മൾ വന്നവഴിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വേറെ കണ്ടെങ്കിലും അതൊക്കെ എല്ലാം ചെറിയ റെയിൽവേ സ്റ്റേഷനാട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോയിലാക്കിയത്. റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന വഴിക്കാണ്ട് ഒരാളെ കണ്ടത്. ചേച്ചി आप किधर का हो? मैं बिहार का हूँ। बिहार का। उधर क्या करता है उधर? इधर डिफेंस में जॉब करता हूँ। अच्छा, ആള് ഇവിടെ ഡിഫൻസിലാണ് വർക്ക് ചെയ്യണം. അപ്പൊ ആളെ കണ്ടതിന് വളരെ സന്തോഷം. ആള് കഴിക്കാനൊക്കെ പഴമൊക്കെ ഞങ്ങൾ ഇപ്പൊ ആള് മാർക്കറ്റിൽ എന്തോ പോയിട്ട് വന്ന ആളിന്ന് മാർക്കറ്റിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാണ്ടി പോയത്. അപ്പൊ ആള് പഴവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാണ്. വന്നൊഴിക്ക് നമ്മളെ കണ്ട് ഇവിടെ നിർത്തി നമുക്ക് പഴമൊക്കെ തന്നിട്ടാണ്. ഇപ്പൊ ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചതാണ്. അപ്പോൾ ഒരു പഴം കഴിച്ചാൽ പിന്നെ പുള്ളി എനിക്ക് പഴം എടുത്തത് ഞാൻ വേറെ വേണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഭയ്യ ഓക്കെ ഓക്കെ എൻ്റെ അപ്പോൾ ആൾ പോണേന്നാണ്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്തൊരു ഗുരുദ്വാര ഉണ്ട്. ചിലപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇവിടെ കയറും കുറച്ച് റെസ്റ്റ് എടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ പോണേക്ക് പത്താൻകോട്ടിൽ അവിടെ അടുത്തൊരു ഗുരുദ്വാര ഉണ്ട്. അവിടെ ഇന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ എന്തായാലും പോണ വഴി കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ
ഓക്കെ. നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആള് കുറേ നേരം നമ്മളോട് സംസാരിച്ച്. പിന്നെ അതേപോലെ തന്നെ ആള് ഡിഫൻസിലാണ്. അപ്പോൾ ആള് ബീഹാറിലുള്ള ഉണ്ടാ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് നിങ്ങൾ ബീഹാർ ആ റൂട്ടൊക്കെ പോകണമെങ്കിൽ രാത്രി പരമാവധി സൈക്ലിംഗ് ചെയ്യാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ അവിടെ 24 ആയിട്ടുള്ള പമ്പുകൾ കുറവായിരിക്കും. ചില പമ്പുകളിലുള്ള സിറ്റിയിലൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റേ ചെയ്യുമ്പോൾ എന്തായാലും സൂക്ഷിക്കണം. കാരണം അവിടെ ഒരുപാട് കള്ളന്മാരുണ്ട്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ മോഷണം കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞാൽ, അറിയില്ല. അപ്പോൾ എന്തായാലും സേഫായിട്ട് യാത്ര ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതാക്കിയായിരുന്നു നമ്മളോട്. എന്തായാലും പുള്ളീനെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ പുള്ളി എന്തോ റൂമിൽ പോകണം. ഇന്ന് പുള്ളിക്ക് ലീവാണ്. അപ്പോൾ ഇന്ന് ലീവ് എടുത്തേക്കണം. അപ്പോൾ അത് കാരണം പുള്ളി പോയിട്ടാ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടെ ഇപ്പോൾ കുറച്ചങ്ങ് പോകുന്നു. ഇപ്പുറത്ത് ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ട് നല്ലോണം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അവിടെ നിന്ന് ഇറങ്ങി കുറേ അങ്ങ് പോകുന്നു. കാരണം ഇപ്പോൾ ഏകദേശം ഒരു 4-4:30 അപ്പോൾ 4:30. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ആർമിയുടെ എന്തോ ക്യാമ്പാണ് ഇവിടെ ഈ ഒരു ഏരിയയിൽ. അത്യാവശ്യം ആർമി വണ്ടി കാര്യങ്ങളൊക്കെ പോകണേ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ, പുള്ളിയും ഡിഫൻസിലാണ് വർക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ സംസാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മലയാളീസ് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ട് കിട്ടിയില്ല. പുള്ളി എന്നെ 2-3 പേരെ വിളിച്ചു നോക്കി. അപ്പോൾ അവർ ഫോൺ എടുക്കാണ്ടാവില്ല, എനിക്കൊന്നൊരു ഡ്യൂട്ടിയിലായിരിക്കും. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ നമ്മളെ യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് തരാമെന്ന് വിചാരിച്ചിരിക്കുന്നത് പുള്ളി. പക്ഷേ നടപടിയായില്ല. പുള്ളി വിളിച്ചിട്ട് കിട്ടണ്ടാവുന്നില്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പുള്ളി പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് റൂട്ട്. ഞാൻ ഇപ്പുറത്ത് ചെറിയൊരു സർവീസ് റോഡ് വഴി എടുത്തേക്കണേ. അപ്പോൾ അതേ കുറച്ച് പേര് 2 പേര് കണ്ടപ്പോൾ നമ്മളെ കൈവ് കാണിച്ചേട്ടാ. എൻ്റെ വഴിക്ക് 2 പേരെ കണ്ടട്ടെ. ഇവർ നേരത്തെ നമ്മൾ പോകണ വഴിക്ക് കൈവ് കാണിച്ചേട്ടാ. ഹായ് ബ്രോ, आपका नाम क्या है? आपका मन्ना. कैसे हो? इधर क्या है आप? लोकरी. अच्छा. इधर से पठानकोट कितना दूर है? 50 किलोमीटर. अच्छा, वो सीधा रूट है? अच्छा. നേരെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ പത്താൻകോട്ടിലേക്ക് ഏകദേശം 50 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ ടീക്ക്. ഓക്കെ ബടിയ. ഇപ്പോൾ ഏകദേശം 50 കിലോമീറ്റർ ഉള്ളൂ പത്താൻകോട്ടിലേക്ക്. അപ്പോൾ അവിടെ ഒരു ഗുരുദ്വാര ഉണ്ട്. ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തേക്കണം അവിടെ കിടക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പത്താൻകോട്ടിലൊരു ഗുരുദ്വാരയിൽ സ്റ്റേ ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെയെന്ന് തോന്നുന്നു. ആ ഒരു ഗുരുദ്വാരാന്ന് തോന്നുന്നു കേട്ടോ. അത് അത്യാവശ്യം വലിയ ഗുരുദ്വാരാണ് കേട്ടോ. കുപ്പിയിലെ വെള്ളം തീർന്നിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെള്ളം ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു HP-യുടെ പമ്പ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി വെള്ളം ഫില്ല് ചെയ്യാമെന്ന് വെച്ചിരിക്കണേ. വണ്ടി ഇട്ട് ബ്ലോക്ക് ചെയ്തിട്ടേക്കണമെന്ന് അറിയില്ലല്ലോ. ഇവിടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഈ ഒരു പെട്രോൾ പമ്പിൽ കയറി വെള്ളം ഫില്ല് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് മുക്കേരിയൻ എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സൈക്കിൾ റെഡിയാക്കാനുള്ള ഒരു നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് പേരെ കണ്ടിട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞ് വെള്ളം കുടിച്ചിട്ട് വന്നത്. ഹായ്, कैसे हो? नाम क्या है आपका? नरेंद्र सिंह. अभी वेल्लो कोइंसिडेंट. आपका नाम क्या है? हरदीप सिंह. आपका? इंद्रप्रीत सिंह. ओके. कैसे हो आप? बढ़िया जी. इधर का है आप? बहुत अच्छा. मुकेरिया है ये. अच्छा, मुकेरिया ये जगह का नाम है. यहाँ से 40 किलोमीटर आगे जहाँ आपने स्टे करना है. हाँ, पठानकोट में गुरुद्वारा मिलेगा. बाट साहब गुरुद्वारा होगा. बाट साहब में रुकना. अभी आपको जाना है श्रीनगर वाली साइड की. किधर जाना? श्रीनगर. हाँ, वहाँ बाट साहब स्टे करना. उधर से आगे चले. अच्छा. हाँ, जम्मू से आगे जाओगे. ओके जी. നാരങ്ങളുണ്ടോ? വ്യത്യാസമുണ്ട്. നമ്മുടെ അവിടെ തമ്മിൽ ഇവിടുത്തെ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വേറെ മറ്റൊരു പൊടി എന്തോ ചെറുക്കണ്ടേ. നമ്മളപ്പോൾ ഇവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങേണ്ട. ഓക്കെ, ബൈ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ പത്താൻകോട്ട് പോകണം. പത്താൻകോട്ട് പോയിട്ട് അവിടെ നിന്ന് സെറ്റായിട്ട് വേണം നാളെ രാവിലെ നമുക്ക് സർവീസ് ചെയ്യണം. അപ്പം അങ്ങനെ സർവീസ് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാണ്ടിരുന്നപ്പോൾ അവിടെ ബ്ലോക്കായി തോന്നുന്നു. ഇതൊരു വലിയൊരു സിറ്റിയാണ് ഇത് അത്യാവശ്യം. ഏ ജഗ നാം ക്യാ ഹൈ? മുക്കേരിയ എന്നാണ് പേര്. അച്ഛാ. അപ്പോൾ അവരോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങിയേട്ടാ. കാരണം നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഇത് നേരെ പത്താൻകോട്ടല്ല. പത്താൻകോട്ട് അവിടെ നിന്ന് രാവിലെ ജമ്മു പോകണമെങ്കിൽ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ കയറിയിട്ട് സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നേട്ടാ.
ഇതിൻ്റെ കമ്പി എന്തോ രണ്ടെണ്ണം ഒടിഞ്ഞിട്ടുണ്ട് പുറകില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഇടയ്ക്ക് ട്വിസ്റ്റാണ് ഇതിൻ്റെ ഇതില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഫുള്ള് റെഡിയാക്കിയിട്ട് വേണം ജമ്മുവിലേക്ക് പോകാൻ, നമുക്ക് ശ്രീനഗറിലേക്ക് പോകാൻ. ഞാനേ ഇവിടെ നിന്ന് സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ 2 കടയിൽ ചോദിച്ചു കേട്ടോ. ആദ്യൊരു കട നോക്കിയിട്ട് അവിടെ ആളുണ്ടാകുന്നില്ല, മറ്റേവിടെ അവിടെ ചോദിച്ചായിരുന്നു. പക്ഷേ അവിടെ നടപടിയായില്ല. കാരണം അവിടെ ഇതിന് പറ്റിയ കമ്പി ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. മറ്റേ ബാക്കിലെ ടയറിൻ്റെ 2 ഇത് പോയിട്ടുണ്ട്, കമ്പി പോയിട്ടുണ്ട്. അപ്പോൾ ഒടിഞ്ഞിടക്കണേ. അപ്പോൾ അത് കാരണം ടയറിങ്ങനെ കിടന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഇവിടെ നിന്ന് നേരെ പത്താൻകോട്ട് ചെല്ലോ. അപ്പോൾ ഇത് പത്താൻകോട്ട് എത്തിക്കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേ ചെയ്യാം. അതിന് രാവിലെ എണീച്ചിട്ട് നേരെ ജമ്മു പോണ വഴിക്ക് അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും പോണ വഴിക്ക് നമുക്ക് നോക്കണം, എന്നിട്ട് വേണം എല്ലാം സെറ്റ് ചെയ്തിട്ട് കയറാമെന്ന് വിചാരിച്ചു. നമ്മളപ്പോൾ ഇപ്പം ഉള്ളത് ബംഗാള എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം നമ്മുടെ പത്താൻകോട്ടിലേക്ക് കുറച്ചുള്ളൂ. കുറച്ചെന്ന് പറയാൻ പറ്റും, ഒരു 30 കിലോമീറ്റർ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു ചെറിയൊരു സിറ്റിയാണ് ഇത്. നമുക്ക് എവിടെയെങ്കിലും കയറുന്ന ചായ കുടിക്കണുണ്ടോ, പിന്നെ അതേപോലെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് എല്ലാം കഴിക്കാമെന്ന് വെച്ചു. കാരണം നല്ല വിശപ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു എനർജി കിട്ടും. അപ്പോൾ അത് കാരണം ചായ കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. നമ്മളെ വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ 2 പേരെന്തോ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ നിർത്താം നമുക്ക് ഒതുക്കാനേ. मैं केरला, कैसे हो आप? ओके, हाय हाय. शारिल ब्रो, आपका नाम क्या है? मेरा अमरजीत. आपका? ये बोलता नहीं है. अच्छा, आपका नाम? अच्छा, इधर के इधर लोकल मानसर आएगा ना अभी. ये सामने. ഓക്കെ ഓക്കെ. ഇങ്ങനെ വന്ന വഴിക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ അവർ കണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചതാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു പോകണം ഈ ഗുരുദ്വാര ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ അടുത്ത് വേറെ ഇല്ല, എന്നാലും പോകണ വഴിക്ക് ഇനി പത്താൻകോട്ട് എത്തണതിന് മുമ്പായിട്ട് എന്തോ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേ ചെയ്തൊരു ഗുരുദ്വാറുണ്ട്, ഭാരത് സാഹിബ് എന്ന പേര്. അപ്പോൾ അത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് അമൃത്സർ വഴി വരുമ്പോൾ നമുക്ക് കയറാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളിപ്പോഴായിട്ട് പോകണമെങ്കിൽ നമ്മൾ അമൃത്സർ വീട്ടിലേക്ക് കയറണം, എന്നിട്ട് വേണം അങ്ങാടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, മുന്നോട്ട് നോക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ തെരഞ്ഞെടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ വന്ന വഴിക്ക് ഒരു ടോൾ പ്ലാസ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടാ. ഇരുട്ടി തുടങ്ങിയതല്ല, ഇരുട്ടി ഇതിൽ എനിക്ക് കിട്ടിയ ഈ ഇരുട്ട് ഫുള്ള് ഇത് കാണുമെന്ന് എനിക്കറിയാം, ലൈറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. കാരണം എന്താ, അവിടെ പുറകിലാണ് പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ബോർഡർ വന്നത്. ചെറിയൊരു ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ ഇപ്പോൾ ഉള്ളത് ഹിമാചലാണ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ചും കൂടെ പോകുമ്പോൾ വീണ്ടും പഞ്ചാബിലേക്ക് കടക്കും. നമ്മളപ്പോൾ ഇനി പോണത് നേരെ പഞ്ചാബിലേക്കാണ്. കാരണം ഇതിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലാണ്. ഇനി കുറച്ചും കൂടെ പോകുമ്പോൾ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ബോർഡറാവും. അതായത് ഇതിൻ്റെ ഒരു ഫെൻസിങ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഇത് കിടക്കണത്, ബോർഡർ കിടക്കണത് ഇങ്ങനെ റൗണ്ടായിട്ടാണ് മാപ്പിൽ കിടക്കണത്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കണത് ഹിമാചലിലാണ്. ഇനി നേരെ നമ്മൾ ഈ പോണത് പത്താൻകോട്ട് റൂട്ടിലാണ്. പത്താൻകോട്ട് എന്ന് പറഞ്ഞാൽ അത് പഞ്ചാബിലുള്ളതാണ് കേട്ടോ. ഇതാണ് ചെക്ക് പോസ്റ്റാണ് കേട്ടോ, പഞ്ചാബ് ഹിമാചൽ ചെക്ക് പോസ്റ്റാണ്. നമ്മൾ ഇപ്പം കയറിയത് പഞ്ചാബിലേക്കാണ്. നേരത്തെ ഇത്ര നേരം നമ്മൾ ഇരുന്നേച്ചത് ഹിമാചലിലാണ്. ഇപ്പോൾ പഞ്ചാബിലേക്കാണ് നമ്മൾ കയറിയേക്കണം. കാരണം അതാണ് ചെക്ക് പോസ്റ്റ്, ബോർഡർ ചെക്ക് പോസ്റ്റ്. നമ്മളങ്ങനെ ഇവിടെ പത്താൻകോട്ട് പോകണമെങ്കിൽ ഒരു പമ്പ് കണ്ടിട്ടാ, ഒരു ഇന്ത്യൻ ഓയിലില്ല. അപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ചോട്ടേന്ന് ചോദിച്ചപ്പോൾ അവർ ഒന്ന് സൈഡിൽ ടെൻ്റ് അടിച്ചോ. ആദ്യം ഒന്ന് ഇതായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ടെൻ്റ് അടിച്ചില്ല പമ്പുകളിൽ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് പിന്നെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ ഈ ഒരു പെട്രോൾ പമ്പിലാണ് നമ്മൾ വന്നേക്കണം. അപ്പോൾ അവിടെ ആ സൈഡിൽ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചോളാനും പുള്ളി പറഞ്ഞേക്കണം. അറിയില്ല, ഇവിടെ കുറേ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഏതൊരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരാണ്. പിന്നെ അതേപോലെ ഇവിടെ ചെറിയൊരു കട പോലെ ഉണ്ട് കേട്ടോ, ഇതിന് ഫുഡ് കിട്ടുമെന്ന് നോക്കാം. പിന്നെ വണ്ടിക്കാർ കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും ഇവിടെ ടെൻ്റ് അടിക്കാം. വേറെ കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നോക്കാം. പിന്നെ ഇവിടെ ഈ ഇത് പറക്കണ്ട കേട്ടോ, ഈ എല്ലില്ലേ. നമുക്ക് എന്തായാലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടെൻ്റ് അടിക്കാം കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ. അപ്പോൾ വേറെ സ്പേസ് നല്ലതായിട്ട് കിട്ടുമെങ്കിൽ നമ്മൾ
ഇവിടെ എന്തോ കച്ചറ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ചൂല് കിട്ടിയെങ്കിൽ അടിച്ച് കളയാലാന്ന് വെച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് ഫോൺ വയ്ക്കുകയൊക്കെ. അപ്പോൾ അതും കുറച്ച് നമുക്ക് അതൊക്കെ നമുക്ക് എന്താണ് ആഗീകരണം ചെയ്യണം, നമുക്കത് നേരിടണം. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.